ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് ദുർഗയും ഭദ്രകാളിയുമാണ്, ബാലഭദ്രയുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദേവതാ സംയോഗമാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അഭീഷ്ടസിദ്ധിക്കുള്ള വരം കൊടുക്കുന്ന അമ്മയായി ഇരിക്കുകയാണ് ആറ്റുകാലിൽ. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ നടയിൽ കുഞ്ഞിലെ പേര് വെച്ചത് തൊട്ട്, താലപ്പൊലി എടുത്തത് തൊട്ട്, പൊങ്കാല ഇട്ടത് തൊട്ട് വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലസമർപ്പണം. അതായത് സുമംഗലികൾക്ക് നല്ല സുമംഗലിയായിട്ടിരിക്കാനും അവരുടെ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവാനുമാണ് ഈ താലസമർപ്പണം നടത്തുന്നത്. താലസമർപ്പണം എന്ന് പറയുന്നത് ഒരു 6 വിധത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. അമ്മയുടെ തിരുനടയിൽ ആരൊക്കെ വരുന്നോ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അമ്മയുണ്ടാവും. അതുമാത്രവുമല്ല, ഗൃഹസ്ഥരുടെ ഇഷ്ടദേവി കൂടിയാണ് ആറ്റുകാലമ്മ. അമ്മയുടെ നടയിൽ നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയോ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പൊങ്കാലയോ എല്ലാം അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. ഒരു സ്ത്രീയോ പുരുഷനോ മനുഷ്യനായിട്ട് ജനിച്ചാലും അവർക്ക് ദിവ്യതയിലേക്ക് ഉയരാൻ സാധിക്കും. കറക്റ്റായിട്ടുള്ള സാധന, നിരന്തരമായിട്ടുള്ള സാധനയും സമർപ്പണവും ഈശ്വരഭക്തിയും ജീവിതത്തിനെയും അവരുടെ ജീവന്റെ അവസ്ഥയെയും ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക് ഉയർത്തുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.